അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒട്ടനവധി ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്വാന വേഷം. അപ്പോൾ ഈ നാൻസി റാണി ദേവിയെ ചിത്രം ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ളൂ എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ബിജുല് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല. അത് ആൾക്കാര് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണ്. ഇതില് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പം കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് ഫുൾ ക്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതും ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്തവിട്ട് പോകുമായിരുന്നു. ഒരു ദിവസം സോമൻ അർജുന, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് സണ്ണി, ധ്രുവൻ, അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നു പോയ ഒരു സിനിമ. ലെന ഉണ്ട്, മാലാപാർവതി, അങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ച വഹിച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. അത് നീ ഇങ്ങനെയാകും നമ്മളൊക്കെ ഇതുപോലെ മാസ്കുകളൊക്കെ ഇട്ട് കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ സിനിമകളില്ലാതിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ട് വളരെ സന്തോഷ ഒരു ന്യൂസായിട്ട് വന്ന ഒരു സിനിമയും സിനിമേൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് നാൻസി റാണി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മനു എന്നാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അത് വളരെ ആക്ച്വലി വളരെ യങ്ങായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം പോലും. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഈ സിനിമ ഇറങ്ങി കാണണം എന്നുള്ളത് മനുവിനോടൊപ്പം ഒരുപാട് ഫൺ മൊമെന്റ്സ് ആസ്വദിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഇടവേളകളിലും അല്ലാത്തപ്പോഴും എനിക്ക് ഒരുപാട് ആഗ്രഹം ആയിരുന്നു. മനു ആഗ്രഹിച്ച പോലെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്നുള്ളത്. അതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഇനി ഒരു വെളിച്ചം കിട്ടുന്നു കാണുന്നു. അവിടെയാണ് മനുവിൻ്റെ വൈഫ് നൈനയുടെ ഫാദർ, ഇവർ രണ്ടുപേരും എന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് മറന്നു, റോയ്, സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ വർഗീസ്, ഇവരോടൊപ്പം ചേർന്ന് ഇവർ ഈ വരുന്ന ഏപ്രിൽ 18 ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു. അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടൻ പ്ലാനർ ഞാൻ വീട്ടിൽ ഗുഡ് ഡേ മൂവീസാണ്. ചെറിയ കാര്യമല്ല. ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററിലോട്ടൊരു സിനിമ എത്തിക്കുമ്പോൾ അതിന് പിന്നിൽ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഈ ഒരു മനുവിൻ്റെ ഡ്രീമിന് ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ചേട്ടനോട്. ബാക്കി എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള നമ്മളുടെ കോൺവെർസേഷനിൽ നമുക്കറിയാൻ പറ്റും നിങ്ങളോടുള്ള ഇൻട്രാക്ഷൻ. സോ താങ്ക് യു സോ മച്ച്. അതൊരു സിനിമാ മൂവി മോഹൻലാലിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമുള്ള ഒരു കഥാപാത്രത്തെയാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരുടെ ലൈഫിൽ ഫേസ് ചെയ്ത കുറേ സ്ട്രഗിൾസും അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന യാത്രയും എല്ലാമാണ് ആ സിനിമ മൊത്തത്തിൽ കാണിക്കുന്നത്. അതിന് പൂർണ്ണമായും അതിൻ്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ സിനിമയുടെ ആകത്തുള്ളിലെ കഥ, അതാണ് ഞാൻ ഭാഗമാവുന്ന സിനിമകളുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. നാൻസി റാണിയുടെ കഥ കേട്ടപ്പോൾ നൈന പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് ആ ഫാനെ പ്ലേ. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ
നിർഭാഗ്യകമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയാം. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട്. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസരകൾ തികയില്ല. അത്രയും 32-3 വെരി നമുക്കൊക്കെ എത്ര 36. അതായത് ഞാൻ ഇടയ്ക്ക് ഷൂട്ട് മാറി മാറിയൊക്കെയായിരുന്നു. പക്ഷെ കോവിഡ് ടൈമാണല്ലോ, അപ്പൊ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു ഷൂട്ട് ഓർമ്മ. ഒരു ദിവസം ശ്രീനി സാറിനെ കാണും, ചില ദിവസം ലാൽ സാറിനെ കാണും, അർജുനെ കാണും, സണ്ണിയെ കാണും, അത് ധ്രുവനെ കാണുന്നു. സോ നമുക്കപ്പം ഞാൻ ഇവിടെ നിന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമില്ല. അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്. രണ്ടാം സമയത്ത് ജോലി തന്നു, ഞങ്ങൾക്ക് ജോലി തന്നു. അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യം. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി എന്ത് സംഭവിക്കുമെന്നൊക്കെയുള്ള നമുക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ 2020 നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ സിനിമ ഇറങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയും ടൈം പീരീഡിന് ശേഷം ഇറങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോ നമ്മുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തുന്ന ആളുകൾക്കും വിശ്വാസം അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദ്ദേഹം ചേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഉത്തരം പറയുന്നത്. ബിക്കോസ് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. രാജ്യം ഏകദേശം 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ് ഒരു വൻവിജയം. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകളെപ്പോഴും എന്താ പറയുക, കാലത്തെ അതിജീവിക്കുന്ന തന്നെയാണ് സിനിമ. ഇപ്പം പഴയ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണ്. ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു സിനിമ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെ പുറത്തിറക്കാന്നുള്ളത് ആദ്യത്തിൽ തന്നെ അതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു. അത് വിജയമാണോ പരാജയമാണോ നമുക്ക് പ്രേക്ഷകർ തീരുമാനിക്കണം. നമുക്ക് അതിനെ തുറന്നു വിടുക എന്നുള്ളൂ. ഒരു കോളേജ് പ്രൊഫസറാണ്. സ്റ്റുഡന്റ് സ്റ്റുഡന്റ് ആക്കിയില്ല. ഈ ജഹാനയുടെ ക്യാരക്ടർ പഠിക്കുന്ന കോളേജിലെ ഒരു നല്ലൊരു ലെക്ചറാണ്. അപ്പോൾ ഈ ചോദിച്ചതിന്റെ കൂട്ടത്തിൽ പറയണം, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയടിക്കുന്നത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയടിക്കും. അപ്പൊ അദ്ദേഹം കൈയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡയറക്ടറാണ്, ഓൾ ക്രൂ ക്ലാപ്പ് വരിക. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? മനു ഒന്നുമില്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു പ്രോത്സാഹനമല്ലേ. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ആള് നമ്മളൊപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല, നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു മനു. ഞങ്ങൾക്ക് പരാതിയില്ല. അതേപോലെ തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുകയോ അങ്ങനെ ചെയ്യാതൊരു കണ്ടിട്ടില്ല. അഹാന നല്ലൊരു നടിയാണ്. അഹാനെ ഇതുപോലെ ഷെയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റിൽ അഹാനയോട് സംസാരിച്ചിരുന്നു. പിന്നെ പ്രൊഡക്ഷനും ഇയാളും എല്ലാവരും സംസാരിച്ചിരുന്നു, ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യാൻ. ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത്, ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. എനിവേ
പുള്ളിക്കാർക്ക് ഇപ്പോഴും അത് ഫിലിം വന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഓൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്കറിയില്ല. ചേട്ടാ, ഇതുകൊണ്ടുകൂടിയാണോ പലപ്പോഴും സഹകരിക്കുന്നില്ലായിട്ട് ആദ്യമായിട്ട് വരുന്ന കാര്യമാണ്? അപ്പോൾ അതുകൊണ്ടാണോ ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ച് അല്ലെങ്കിൽ ഒരു 30% ആദ്യമേ പിന്നെ ഒരു ഡൗട്ട് കിട്ടെ ഞാൻ ചോദിക്കില്ല. ബിജുചേട്ടൻ്റെ കാര്യവും ഈ കാര്യവും നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴും ഇതിപ്പോൾ റീസെൻ്റായിട്ട് നടന്നതാണെന്ന് പറയും. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രി? ഇന്നലെ വേറൊരു സ്ഥിരത്തിന് മുമ്പിലായതുകൊണ്ട് പ്രൊഡ്യൂസർ ഒരു പ്രമുഖ നടിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ തിരക്കാം. മറ്റൊരു ചിത്രത്തിന് മറ്റൊരു നടി ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പേര് പറയുന്നില്ല. അത് പാസ് ചെയ്യാം. എന്താ പറയുക, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ ബെറ്ററാണ്. ഇത് ഫീൽഡിൽ വരുമ്പോൾ ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം. അല്ല, ഇതിനു മുമ്പ് പല ഇൻസിഡൻസ് ഷൈൻഡോമിന്റെ ഒരു ചിത്രത്തിൽ ഒരു നായിക ഇതേപോലെ ചെയ്തിരുന്നു, വാർപ്പാസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും അത് എന്തെങ്കിലും ഇപ്പൊ നൈന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം രണ്ട് കൂട്ടർ. അത് എനിക്ക് തോന്നുന്നു ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരാണ് പൊതുവെ. ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിങ്ങളുടെ സഹായം വേണം. ഞാൻ അത് തന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എൻ്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിലെ പോയി കാണും. ഞാൻ മീഡിയയിലൊന്നും പറയാറുള്ളൂ. മറ്റേ ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു ഡയറക്ടറിന്റെ ജോലിയിൽ 10-21 ഡിപ്പാർട്ട്മെന്റ്സ് വരും. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷറുള്ളൊരു കാര്യമാണ്. എന്നെ കൊണ്ട് ചിലപ്പോൾ അതിനുള്ളൊരു ആംബിയർ ഇല്ല. എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കുമ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആസ്വദിക്കില്ല എന്ന് ഉറപ്പാണ്. ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടും. എങ്ങനെയാണ് അപ്പോൾ ബേസിൽ ജോസഫിനെയും വിജിൻ മാനുവൽ തോമസിനെയൊക്കെ മനസ്സിലാക്കിയത്? അവരുടെ പാഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞാൽ തെറ്റാണ്. ബേസിന്റെ പ്രേമത കാതിലാണെന്ന് ഞാൻ കണ്ടപ്പോഴാണ് ആ ക്രാഫ്റ്റ്, അയാളിൽ ഒരു നല്ല ക്രാഫ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതിപ്പോൾ ഒരു നല്ല വർക്ക് ആണ്. ഇതിനോട് സംസാരിച്ചപ്പോൾ ഇതിന്റെ ഒരു വൊക്കാബുലറി ഉണ്ട്. ഇതിന്റെ വൊക്കാബുലറി വളരെ രസകരമാണ്. അത്രയും എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയില്ല അനർഘ നിർഗളമായിട്ട് മലയാള പദങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ അത് ധരിച്ച് ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്നത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അത് ഇവരൊക്കെ ഭയങ്കര ടാലന്റായി നാളെ ഒരു മിന്നൽ മുറിയൊന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ്. അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് കിട്ടുന്നുള്ള എൻ്റെ ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു ഞാൻ അവരിലോട്ട് പോയത്. തീർച്ചയായിട്ടും അവർക്ക് ആ മനസ്സിൽ ഒരു മ്യൂച്വൽ ഹെൽപ്പ് ആയിരുന്നു ആ സമയം. അവർക്ക് എനിക്ക് അവരവിടേക്ക് അവരോട് വർക്ക് ചെയ്യുന്നത്, അവർക്ക് എന്നോട് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഹെൽപ്പ്. അത് ഗ്രോയിങ് അപ്പാണ്. നമ്മൾ അപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പെട്ട് കൂട്ടായിട്ട് വാങ്ങും എഴുതി. കഥാപാത്രം പപ്പേട്ടൻ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരുപാട് പേർക്ക് ഇഷ്ടമായ ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി എന്താണ് പറയുക? ഒരു കാര്യം റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്നുള്ളത് ആണ് പ്രൈമറി എനിക്കുണ്ടാകുന്ന ഫീലിംഗ്. റിസീവ് ചെയ്യാതിരിക്കുമ്പോഴാണ് കണക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തിരിഞ്ഞു നോട്ടം ആവശ്യം വരുന്നത്. മറ്റേത് ജോലി കഴിഞ്ഞു. പിന്നെ പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അതും 2023 ഷൂട്ട് ചെയ്തതാണ്. ഞാനൊരു 10 മിനിറ്റാണ് കേട്ടത് എന്താണ് പപ്പൻ എന്നുള്ളത്. വിഷ്ണുവിൻ്റെ സുഹൃത്താണ്, നീരജാണ് ഹീറോ, എം രഞ്ജിത്തേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 കൺട്രീസ് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു തന്ന ആളാണ്.
ഒരു രീതിയിൽ ഞാൻ അവിശ്വസിക്കേണ്ട ടീമല്ല. 10 മിനിറ്റ് പപ്പനെ കുറിച്ച് പറയുന്നത് തന്നെ ഞാൻ വിഷ്ണുവോട് പറഞ്ഞ ഉത്തരം ഇതാണ്. ഒരു 10-20 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ പോകണം എന്നുള്ള ഡൗട്ടാണ്. അതിൽപ്പോട്ടെ ഒരു 20 ശേഷം ഇവിടുന്ന് തന്നെ കാലഹരണപ്പെട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്പീഷീസ് ആണ് പപ്പൻ. കുറേ പപ്പന്മാർ പണ്ടൊക്കെ നമ്മൾ 1960-കളിൽ 70-കളിലൊക്കെ കാണുന്ന സിനിമകളിൽ ചില അമ്മാവന്മാരുണ്ട് അല്ലേ, കിണ്ടിയിൽ കാല് കഴുകി അകത്ത് കയറുന്ന നമ്മൾ സ്ഥിരമായിരുന്നു. പുറത്ത് മണ്ണാണ്, ചെരുപ്പില്ല, അങ്ങനത്തെ അവരുടെ ഭാഷാ രീതിയുണ്ട്. വളരെ ഒരു വേറൊരു പെങ്ങളെ കെട്ടിച്ചിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് വളരെ അധികാരത്തോടെ പെരുമാറുന്ന പുള്ളി ഉണ്ടാക്കി കൊടുത്ത വീട് വരെ അങ്ങനത്തെ ചില അമ്മാവന്മാർ. അപ്പൊ ആ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ടോക്സിസിറ്റി നമുക്ക് തോന്നുന്നു. പിന്നെ അവരൊന്നില്ലല്ലോ, നമ്മുടെ ചുറ്റും ഉണ്ടോ? വളരെ വളരെ അങ്ങനെ എന്റെ കണ്ണിൽ അങ്ങനെ കുറെ കാലമായി അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നാളെ ഇങ്ങനത്തെ പപ്പന്മാരില്ലാണ്ടാകും. അപ്പൊ അത് ഒരു ഭയങ്കര സോഷ്യൽ റെപ്രസെന്റേഷനാണ്, സിനിമയിൽ അടയാളപ്പെടുത്തലാണ്. അപ്പൊ അങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകൾ എന്നും ടൈംലെസ് ആണ്, അത് നിലനിൽക്കും എന്ന് പറഞ്ഞ് എന്റെ താങ്ക് യു നന്ദി അന്ന് തന്നെ ഞാൻ രഞ്ജിത്തേട്ടനോട് വിഷ്ണുവോട് പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ രജപുത്ര വിഷ്ണു മീഡിയ, രഞ്ജിത്തേട്ടൻ, ചിപ്പി ചേച്ചി, മകൾ വയ്ക്കുക, വിഷ്ണു എഴുതിയ വിഷ്ണു. കാര്യം അത് എളുപ്പമല്ല. വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഒരു പപ്പനുണ്ട്, പപ്പൻ എൻ്റെ ഉള്ളിലുണ്ട്. അതിൽ ഞാൻ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. കാര്യം നമ്മൾ കുറച്ച് മുന്നേ അല്ലെങ്കിൽ ഇന്നൊരു 80s ബോൺ ആയിട്ടുള്ള പലരുടെ ഉള്ളിൽ പല കാര്യങ്ങളും അന്ന് ശരിയാന്നുള്ളത് ഇന്ന് തെറ്റായി മാറുന്നത് ഇപ്പൊ ഒരു 3-4 വർഷത്തിലാണ്. അത് ഒന്ന് സമയം തരണം പലർക്കും അതൊന്ന് ശരിയാക്കി എടുക്കാൻ. അപ്പൊ ഇങ്ങനെ കാണിച്ച് അത് തമാശ രീതിയിൽ ആ തെറ്റാണ് കാണിക്കുന്നത്. അപ്പൊ അപ്പനൊരു ലിസി വന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോ വർക്കറായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ നല്ല ഇന്റർവ്യൂസിലൂടെ ഒക്കെ ഇതേപോലെ പരിവർത്തനങ്ങൾ സംഭവിക്കട്ടെ. സോ നീരജിനോട് ഹോൾ ടീം ഓഫ് ലവന്റെ കൺസ്ട്രക്ഷൻ ഞാൻ ഈ ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും നാച്ചുറാണ് അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒട്ടനവധി ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്വാന വേഷം. അപ്പോൾ ഈ നാൻസി റാണി ദേവിയ ചിത്രം ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുമ്പോൾ എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ബിജുല് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല, അത് ആൾക്കാര് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണ്. ഇതില് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പം കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് ഫുൾ ക്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതും ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്തവിട്ട് പോവായിരുന്നു. ഒരു ദിവസം സോമൻ അർജുന ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് സണ്ണി, ധ്രുവൻ, അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നു പോയ ഒരു സിനിമ. ലെന ഉണ്ട്, മാലാപാർവതി, അങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ച വഹിച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. അത് നീ ഇങ്ങനെയാകും. ആർക്കൈസേഹോ എന്ന മൂവിയുടെ പ്രസ് മീറ്റ് നടന്നിരുന്നു. ആ പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല എന്നാണ്. അപ്പൊ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഈ ഇതേപോലത്തെയുള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് ടൈം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പക്ഷെ അന്ന് ഞാനത് തിരുത്തി. ഞാൻ അതിന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു. അഗ്രിമെന്റ്
റീച്ച് ചെയ്തത്. ഞാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി, ഇപ്പോഴത്തെ എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിൻ്റെ സമയത്ത് ഉള്ള ധ്യാനമല്ല ഇന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിന് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വന്നതുകൊണ്ടാണ്. ഈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോഴേ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോൾ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയില്ലെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് പോലെ. പക്ഷെ എൻ്റെ പേഴ്സൺസ് ടേക്ക് ചെയ്തതാണ്. എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ബീങ് ആൻ ആക്ടർ പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും എനിക്ക് കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുമ്പോൾ പക്ഷേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനത്തെ ഓഫേഴ്സും പരസ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനല്ലേ, നമുക്ക് തോന്നും. പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ ഇപ്പോൾ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സോഹൻസിന് സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റിയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ അല്ല അതായത് ഞങ്ങൾ കൂടുതലുള്ളവരോട് ചോദിക്കില്ല. ഇപ്പോ ചേട്ടൻ പറഞ്ഞു സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷേ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ സിനിമ കണ്ടതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണത്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്നു. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നു. ഇപ്പൊ ജനപ്രിയൻ, വിനോദയാത്ര, സത്യനധികാരിന്റെ സിനിമകൾ. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാർ? അല്ല, അതിനോട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞുമൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്. സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കണം. അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ല ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലുന്ന ഒരു വയലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ അതാണ്, അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇപ്പോൾ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സിനിമയിലൊക്കെ പറ്റും. എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ റിലീസിന് ശേഷം അദ്ദേഹത്തിനെ കാണാൻ ശ്രമിക്കുമോ? മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ
ഈ സക്സസ് സ്റ്റോറിക്ക് സക്സസ് സെലിബ്രേഷൻ ഇതിനെല്ലാം വന്നു ആദ്യം മുമ്പ് റിലീസ് ചെയ്തിട്ട് അതിനുശേഷം മുമ്പ് സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതാണ് 980 മനുവിനോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം. ബിക്കോസ് മനു ആഗ്രഹിച്ചത് അതാണ്. സോ ആ റിസൾട്ട് അവിടെ സംഭവിക്കുകയാണ്, റെസ്റ്റ് അല്ല. ബിക്കോസ് ഇറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം ഈ സിനിമയെ സംബന്ധിച്ചു. അതിന് ലാലേട്ടൻ സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്തു തരുന്ന ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ വളരെ താങ്ക്ഫുള്ളി ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ ആർട്ടിസ്റ്റും മറ്റൊരു ഒക്കെ മാറ്റി നിർത്തി നമുക്ക് ഈ സിനിമയുടെ ഒരു നല്ല റിലീസിനാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. ഏപ്രിൽ 18 എന്നുള്ളത് വളരെ മനോഹരമായ ഡേറ്റാണ്. ഒരു സിനിമയാണ്, ബ്യൂട്ടിഫുൾ ഫിലിമുമാണ്. അപ്പോൾ ആ ഡേറ്റിന് എല്ലാം മറന്ന് ഈ സിനിമ നല്ലതാണെങ്കിൽ ഗംഭീരമായിട്ട് കൂടെ നിൽക്കുകയും എന്നാൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ റൈറ്റ് രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉള്ളൊരു ക്ഷമ നാൻസി റാണിയോട് കാണിക്കുന്നു. ബിക്കോസ് വി ആർ ഓൾ സ്റ്റാൻഡിങ് ഫോർ മനു ആൻഡ് ദിസ് ഡ്രീം ആൻഡ് വിഷൻ. സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. താങ്ക് യു.